ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഒരു 9 വയസ്സായ കുട്ടിക്കുള്ള ഒരു ബലൂൺ സ്ലീവ് ഫ്രോക്ക് എങ്ങനെ തയ്ക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ യോക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഷോൾഡർ അടയാളപ്പെടുത്താം. നമുക്ക് 5.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. നമുക്ക് ഹാം ഹോളും 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ചെസ്റ്റ് 6.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം. നമുക്ക് യോക്ക് ലെങ്ത് വേണ്ടത് 9.5 ഇഞ്ചാണ്. 10.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്താം. വേസ്റ്റ് അടയാളപ്പെടുത്താം. വേസ്റ്റ് 6 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം. ഇനി ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് അതിൽ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേപോലെ ഒരു ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 പാർട്ട് വെച്ചിട്ടാണ് ലൈനിങ് വെക്കുന്നത്. ഫ്രണ്ടിലും 2 ബാക്കിലും 2. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഓർഗൻസ ക്ലോത്ത് ആയതുകൊണ്ട് നെതലടിക്കും. അതിന് വേണ്ടിയാണ് 2 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് ഫ്രില്ലിട്ട് എടുക്കാനുള്ളതാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. 34 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്. അതിൽ 9.5 ഇഞ്ച് നമ്മൾ യോക്ക് ലെങ്തിന് അടയാളപ്പെടുത്തി. ബാക്കി നമുക്ക് ഇതിൽ അടയാളപ്പെടുത്തി 1 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്താം. ഇപ്പോൾ 24.5 അടയാളപ്പെടുത്താം. ഇനി നമുക്ക് അതേപോലെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം എക്സ്ട്രാ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 2.5 ഇഞ്ച് ഷേപ്പ് അടയാളപ്പെടുത്താം. ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ആ 2.5 ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ലെങ്ത്ത് 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. അത് 9 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓർഗൻസ ക്ലോത്താണ്, വൈറ്റ് ഓർഗൻസ ആണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെത്. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കിലേക്കുള്ളത് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഫ്രില്ലിടാനുള്ളതാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഫ്രില്ലിടാനുള്ളത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെക്കാളും 1 ഇഞ്ച് അധികം ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ടും ബാക്കിലും ആയി. അപ്പം മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെത് അടയാളപ്പെടുത്താം. ലൈനിങ് ക്ലോത്തിൻ്റെക്കാളും 3 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് ഓർഗൻസയിൽ നല്ല ക്ലോത്തിൽ അടയാളപ്പെടുത്തി ഞാൻ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഫ്രില്ലിടേണ്ട ഭാഗം നമുക്ക് വെച്ചിട്ടെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഒരു നെറ്റിൻ്റെ പീസ് വെക്കുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രം. അത് നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു നെറ്റ്, ഒരു ഓർഗൻസ, 2 ലൈനിങ്, അങ്ങനെ 4 പീസായിട്ട് വരും. ഫ്രണ്ട് ഭാഗത്തേക്ക് ബാക്കിലേക്ക് 3 പീസും, ഒരു ഓർഗൻസയും 2 ലൈനിങ്ങും. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. വിഡ്ത്ത് 2.5 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചും ബാക്ക് നെക്ക് 2.5 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തിലുമാണ് കട്ട് ചെയ്തെടുത്ത്. നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വരാം. നമ്മളിപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടുമ്മൽ ഫ്രണ്ട് പീസ് എടുത്ത് ഞാൻ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച് അടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കതിങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് മറിച്ചിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം ക്യാൻവാസ്. എന്നിട്ട് പറിച്ചടിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി നമുക്ക് അതേപോലെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസ് 2 ലൈനിങ്ങും 1 ഓർഗൻസ ക്ലോത്തും അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ച് എന്നിട്ട് ആ ക്യാൻവാസിൽ അടയാളപ്പെടുത്തിയ പോലെ നമുക്ക് അടിച്ചെടുത്ത് വരാം. നമ്മൾ പഠിച്ചെടുത്ത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ സെൻറ്ററും ഒക്കെ വെക്കാനുള്ള സെൻറ്ററും കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കിത് മറിച്ചിട്ട് വരാം. ചെറിയ നോച്ചും ഇട്ടെടുത്ത് ഇനി നമുക്ക് മറിക്കാം. അപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ലൈനിങ്ങുമായിട്ട് ക്യാൻവാസ് ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കാം. 1 പീസ് ലൈനിങ് മേൽ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കുമായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കാം. എന്നിട്ട് നെക്ക് പറിച്ചടിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ആണ് നോക്കാനുള്ളത്. നമ്മൾ സ്ലീവിൻ്റെ ഓർഗൻസ ക്ലോത്ത് ആദ്യം നമുക്ക് ഫ്രില്ല് ചെയ്തെടുക്കുക. താഴെ ഭാഗവും അതേപോലെ ഫ്രില്ല് ചെയ്തെടുക്കണം. അതേപോലെ ലൈനിങ്ങും അങ്ങനെ നമ്മൾ ഫ്രില്ല് ചെയ്ത് ലൈനിങ് 2 എണ്ണതും ഓർഗൻസയും ഫ്രില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ 2ഉം കൂടെ അറ്റാച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം താഴെ ഭാഗം 2 അടിച്ചെടുക്കുക, 2 സ്ലീവിൻ്റെ. എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് മറിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞ് താഴെ ഭാഗമാണ് അടിച്ച് കഴിഞ്ഞത്. ഇനി നമുക്കത് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് താഴെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ജോയിൻ ചെയ്തെടുക്കുക ലൈനിങ്ങുമായിട്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡർമേൽ ജോയിൻ ചെയ്തെടുക്കാം. സെൻറ്ററിൽ നോച്ചിട്ട് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമുക്ക് താഴോട്ടുള്ളതാണ് ചെയ്യാനുള്ളത്. താഴെ നമുക്ക് ഫ്രില്ലിട്ട് എടുക്കാൻ വേണ്ടത്. താഴെ 2 ലൈനിങ് ക്ലോത്ത് എടുക്കണം. നമുക്കിത് ഇത്ര കട്ടിയില്ലാതെ നെതലടിക്കുന്നത് കൊണ്ട് ഒരു ലൈനിങ് ക്ലോത്തും കൂടെ എടുക്കുന്നുണ്ട്. അതേപോലെ അത് വേറെ വേറെ ഫ്രില്ലിട്ടെടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് 3ഉം കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്തെടുക്കുക. അതേപോലെ ബേക്ക് ഭാഗവും. ഇപ്പോൾ നമ്മൾ ഫ്രില്ല് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നമ്മൾ അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ താഴെ എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മളെ നല്ല ക്ലോത്ത് ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ട് പിന്നെ ലൈനിങ് ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് നല്ല ക്ലോത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഫസ്റ്റ് ലൈനിങ് തമ്മിൽ ജോയിൻ ചെയ്ത് പിന്നെ മൂന്നാമത്തെ പീസും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് കഴിയും. പിന്നെ നമുക്ക് താഴെ മടിക്കടിക്കാനൂടെ ഉണ്ടാവുക. അതിന് നമുക്ക് ബാക്കിലേക്ക് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് നമുക്ക് നീളം വേണ്ടത് 18 ഇഞ്ച്, വീതി വേണ്ടത് 13.5 ഇഞ്ച്. ഇനി നമ്മൾ അടിയിലൊരു ക്യാൻവാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നീളം വേണ്ടത് 13 ഇഞ്ചും വീതി വേണ്ടത് 6 ഇഞ്ചും. നമുക്ക് അത് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ ജോയിൻ ചെയ്തെടുക്കാം. അടി കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രില്ല് ചെയ്ത് ഒരു ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ റൗണ്ട് എടുത്തിട്ട് നമുക്ക് ഉടുപ്പിൻ്റെ ബാക്കിൽ വെച്ചെടുക്കാം. ഇത് വെച്ച് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാം. ബായ്.